നടക്കുന്നത് സാധാരണക്കാരായ ഒരുപാട് ആളുകള് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ അച്ചീവ്മെന്റ്സ് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഞങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ പോലുള്ള എല്ലാവർക്കും ഇതുപോലെ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാമെന്ന് ഇത് വിളിച്ചറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചത്. പേര് പരിചയപ്പെടുത്തി, മുഹമ്മദ് അലി, സ്വദേശം മലപ്പുറം ജില്ലയിലാണ്, ഇപ്പൊ താമസിക്കുന്നത് കോഴിക്കോടാണ്. നാട്ടിൽ നിൽക്കാൻ പറ്റാഞ്ഞിട്ടല്ല, ഈ ബിസിനസ് ആവശ്യാർത്ഥം കോഴിക്കോട്ടേക്ക് താമസം മാറി. KL 10 ഇപ്പൊ KL 11 KL 10 ആയിരുന്നു, ഇപ്പൊ KL 11 ഹലോ, യെസ്, ഫൈൻ. ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് കോഴിക്കോട് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. എന്റെ മാസ ശമ്പളം 30,000 രൂപ, ഇയർലി പാക്കേജ് 3.5 ലക്ഷം രൂപ, മീൻസ് 3,60,000. കോർപ്പറേറ്റ് കമ്പനിയാണ്, നല്ല മാന്യമായ ജോലിയാണ്, നല്ല ശമ്പളമുണ്ട്, കറങ്ങുന്ന കസേരയുണ്ട്, AC ക്യാബിനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്റെ 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് എന്റെ ഫാദർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. ചെറുപ്പത്തിലെ അനാഥനായി വളർന്നതാണ്. കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ചെറുപ്പം മുതലേ എന്റെ തലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കറിയാം, ദിവസം 1000 രൂപ കിട്ടിയത് കൊണ്ടോ മാസം 30,000 കിട്ടിയത് കൊണ്ടോ ജീവിതം ഒരിക്കലും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. ഒരുപാട് മേഖലകളെ കുറിച്ച് അന്വേഷിച്ചു. ഒരുപാട് മേഖലകൾ, സോളാറിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്, ബയോഗ്യാസിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്, ചെലവില്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കൺസ്ട്രക്ഷൻ മേഖലയെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഒത്തിരി മേഖലകളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. കാരണം ജീവിതത്തിൽ രക്ഷപ്പെട്ടേ പറ്റൂ. 30,000 രൂപ കൊണ്ട് എവിടെ എത്താൻ കഴിയില്ല, ഇത് ഉറപ്പാണ്. കാരണം ചെറുപ്പം മുതലേ ഇതൊക്കെ നടത്തി പരിചയമുള്ള ആളായതുകൊണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആത്മാർത്ഥ സുഹൃത്തും കമ്പനിയുടെ ബ്ലാക്ക് ഡയമണ്ട് അംബാസഡറും എന്റെ ആത്മാർത്ഥ സുഹൃത്തും ഞങ്ങളുടെ എല്ലാമായിട്ടുള്ള ജീവാൻ സാറാണ് എനിക്ക് ഓപ്പർച്യൂണിറ്റി തരുന്നത്. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: അലി സാറെ, രക്ഷപ്പെടാൻ പറ്റിയ അവസരമുണ്ട്. എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒരു കാര്യം ചോദിച്ചില്ല. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തൃശ്ശൂർ ശോഭാമാളിൽ ചെന്നു. അവിടെ നിന്ന് ഇൻഡസ്ട്രിയുടെ പ്ലാന് കേട്ടു. അന്ന് എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ആൺകുട്ടികൾ ഈ പരിപാടി ചെയ്യും എന്ന് മനസ്സിലാക്കി. എന്നെക്കാൾ കഴിവും മടുക്കും സാമർത്ഥ്യവും തന്റേടവും യുക്തിയും ഒക്കെയുള്ള ആൾക്കാർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഇൻഡസ്ട്രിയിൽ വരണമെങ്കിൽ ആദ്യം ഗുരുത്വം വേണം. ഗുരുത്വമുള്ളവർ ഇൻഡസ്ട്രിയിൽ വരും. വീണ്ടും ഗുരുത്വമുള്ളവർ ഇൻഡസ്ട്രി ചെയ്യും. വീണ്ടും ഗുരുത്വമുള്ളവർ ഇൻഡസ്ട്രിയിൽ വിജയിക്കുകയും ചെയ്യും. അപ്പോ മറ്റുള്ളവരെക്കാൾ എനിക്ക് എക്സ്ട്രാ എന്തുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇത് മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ ഇൻഡസ്ട്രി ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കുകയാണ്. കമ്പനി തുടങ്ങുന്നത് 2014 ഞങ്ങൾ തുടങ്ങുന്നത് 2016 ജൂൺ 16 2.5 കൊല്ലങ്ങൾക്ക് ശേഷം. എന്നോട് അത് പലരും പറഞ്ഞു, അലി ഇതിവിടെ നടക്കൂല എന്ന് പറഞ്ഞു. ശരിയാണ്. ചില ആളുകൾ പറഞ്ഞു ഇതിവിടെ വന്നുപോയതാണ്. ആയിക്കോട്ടെ. എന്റെ മുമ്പിൽ മുങ്ങി മരിക്കാൻ നിൽക്കുന്നവന്റെ മുമ്പിൽ കിട്ടുന്ന കയറിന് ISO സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് അവൻ നോക്കാറില്ല. എട്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കൂടെ എന്റെ സുഹൃത്തുക്കൾക്ക് മുഴുവൻ, എന്റെ കളിക്കൂട്ടുകാർക്ക് മുഴുവൻ സ്വന്തം വീടുണ്ട്, സ്ഥലമുണ്ട്. എനിക്ക് വീടുമില്ല, സ്ഥലവുമില്ല. 14 ലക്ഷം രൂപ കടബാധ്യത. ഭാര്യ ചോദിക്കുകയാണ്, എന്തെങ്കിലും ഒരു ജോലി വീട്ടുകാരോട് പറയാൻ പറ്റുന്ന ഒരു ജോലിയെങ്കിലും നിങ്ങൾ ചെയ്യും. പല മേഖല മാറി ചെയ്തു. 15,000 രൂപ സാലറിയിൽ ഒരു കമ്പനി കയറി. 20,000 കിട്ടിയപ്പോ അങ്ങോട്ട് ചാടി. 25,000 കിട്ടിയപ്പോ അങ്ങോട്ട് പോയി. 30,000 ആയപ്പോ ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഹൃത്ത് പറഞ്ഞു, ബിസിനസ് ആണ്, രക്ഷപ്പെടാമോ. അത് കേട്ട് അദ്ദേഹത്തിന്റെ കൂടെ കയറി നിന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, 8 വർഷം കഴിഞ്ഞപ്പോ, 8 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ മാറ്റി നിർത്തിയ ആളുകളുടെ മാറ്റി നിർത്തിയ അതേ മുഹമ്മദ് അലി മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരിക്കലും എവിടെയും എത്തില്ല എന്ന് തീരെഴുതി വെച്ച അതേ മുഹമ്മദ് അലി ജീവിതത്തിൽ ഒരിക്കലും ഒന്നുമാവില്ല എന്ന് നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ബന്ധുക്കളും വിശ്വസിച്ച അതേ മുഹമ്മദ് അലി മാറി ഇന്ന് ഇൻഡസ് വിവ കമ്പനിയുടെ
കൗൺസിൽ മെമ്പേഴ്സ് അതിൽ ഒരാളാവാൻ ഇന്ന് മലപ്പുറം ജില്ലയിലെ നന്നമ്പ്രം പഞ്ചായത്തിലെ തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിലെ നന്നമ്പ്രം പഞ്ചായത്തിലെ 14-ാം വാർഡിൽ ജനിച്ച മുഹമ്മദ് അലിക്ക് സാധിച്ചു. സാധിച്ചു. ടോട്ടൽ വരുമാനം 5,75,00,000 രൂപ. ജീവിതത്തില് ഒരു കാറിന് വേണ്ടി സ്വന്തമായിട്ട് ഒരു ബൈക്ക് പഠിക്കാൻ വേണ്ടി മുഹമ്മദ് അലി ബൈക്ക് ചോദിച്ചിട്ട് ആളുകൾ തരാനില്ലായിരുന്നു ബൈക്ക് പഠിക്കാൻ. പിന്നല്ലേ കാറ്. സുഹൃത്തുക്കൾ കോട്ടയത്ത് പോയി ഡ്രൈവിംഗ് പഠിച്ചപ്പോൾ ഞാൻ പഠിച്ചില്ല, കാരണം എനിക്ക് ജീവിതത്തിൽ കാർ എടുക്കില്ല. അതേ മുഹമ്മദ് അലി ഇന്ന് ഈ ഹാളിലേക്ക് വന്നത് 50 ലക്ഷം രൂപക്ക് മുകളിൽ വില വരുന്ന ലോകത്തെ സമ്പന്നന്മാർ മാത്രം യൂസ് ചെയ്യുന്ന മെർസിഡീസ് ബെൻസിലാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഈ ഹാളിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. ജീവിതത്തില് കല്യാണം ആലോചിക്കുന്ന സമയത്ത് മുഹമ്മദ് അലിയുടെ കല്യാണം മുടങ്ങി. കാരണം സിഗരറ്റ് വലിച്ചിട്ടല്ല, വെള്ളം അടിച്ചിട്ടല്ല, ജോലി ഇല്ലാഞ്ഞിട്ടല്ല. മുഹമ്മദ് അലിയുടെ വീടിന്റെ വാതില് കണ്ടിട്ട് പെൺകുട്ടിയുടെ മാമൻ ചോദിച്ചു അത്രേ, നിങ്ങൾക്ക് മകളെ കെട്ടിക്കാൻ വേറെ വീടൊന്നും കണ്ടില്ല എന്ന്. അതേ മുഹമ്മദ് അലി ഇന്ന് താമസിക്കുന്നത് 2 കോടി രൂപ വില വരുന്ന ഒരു വില്ലയിലാണ്. കണക്കെന്ന് പറയുന്നത് കൂട്ടാനുള്ളതും കുറയ്ക്കാനുള്ളതും ഗുണിക്കാനുള്ളതും ഹരിക്കാനുള്ളതും എന്നാണ് നിങ്ങളൊക്കെ ധരിച്ചു വെച്ചതെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ എഴുതി ചേർത്തോ. കണക്കെന്ന് പറയുന്നത് അത് വീട്ടാൻ കൂടി ഉള്ളതാണ് സുഹൃത്തുക്കളെ. ഗുണിച്ചാലും ഹരിച്ചാലും കൂട്ടിയാലും കുറച്ചാലും അറിയില്ല, അതങ്ങ് വീട്ടിൽ തരണം. ജീവിതം എന്ന് പറയുന്നത് ഒരൊറ്റ ഇന്നിങ്സേ ഉള്ളൂ. ലൈഫ് എന്ന് പറയുന്നത് ഒരൊറ്റ ഇന്നിങ്സേ ഉള്ളൂ, ഒരൊറ്റ ഇന്നിങ്സ്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഇന്നിങ്സ് കളിക്കാനില്ല. ഈ ഒളിമ്പിക്സ് കഴിഞ്ഞ അടുത്ത ഒളിമ്പിക്സ് ഇല്ല. ഒരൊറ്റ ലൈഫ്, 2 രീതി ജീവിക്കാം. ഇപ്പൊ നമ്മൾ എങ്ങനെ പോകുന്നോ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ഒരു മാറ്റം വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. 60 ഇപ്പൊ ഓപ്പൺ ആവാൻ പോവാണ്. ജീവിത ചെലവുകൾ ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും മാളുകൾ വരികയാണ്. ജീവിത ചെലവുകൾ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഭർത്താവിന്റെ ജോലി കൊണ്ട് മാത്രം തികയാത്ത കാലഘട്ടം. ആളുകൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്ന സമയം. ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇൻഡസ് വിവ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി, അവസരം കൊടുക്കുന്ന ഇൻഡസ് വിവ കമ്പനിയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഇൻഡസ് വിവ. ഇൻഡസ് വിവയുടെ ഐപ്പൾസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഐ കോഫി അറിയാം, ഐ ഗ്ലോ അറിയാം, ഐ സ്ലിം, ഐ കെയർ എല്ലാം അറിയാം നിങ്ങൾക്ക്. പക്ഷെ ഇൻഡസ് വിവ കൊടുക്കുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആളുകൾക്ക് കൊടുക്കാറുണ്ടോ? അവസരം കൊടുക്കണം ആളുകൾക്ക്. അവസരം ജനങ്ങളിലേക്ക് എത്തിക്കണം. എന്നിട്ട് പറയണം, ഇതുപോലെ കൂടെ നിൽക്കുകയാണെങ്കിൽ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കി തരാം. ഇങ്ങനെ നിങ്ങൾക്ക് പറയാനുള്ള തന്റെ ഇടമുണ്ടെങ്കിൽ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ നാട്ടിൽ വെയിറ്റ് ചെയ്യാണ്. 1,60,00,000 ഓപ്പർച്യൂണിറ്റി പ്രതിവർഷം ഇന്ത്യയിൽ വേണം. 1,60,00,000. 60 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കാൻ ഗവൺമെന്റിനും പ്രൈവറ്റിനും എല്ലാവർക്കും കൂടെ സാധിക്കും. 1 കോടി ആളുകളുടെ മുമ്പിൽ ഓപ്ഷൻ ഇല്ല. അവർക്ക് എന്താ ഓപ്ഷനുള്ളത്? സോ മൈ ഫ്രണ്ട്സ്, ഇൻഡസ് വിവ ഈ ഓപ്പർച്യൂണിറ്റിയുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഹാളിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആവാൻ പോകുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസമെന്ന് നിങ്ങൾ ഇന്ന് ഡയറിയിൽ എഴുതി കുറിച്ച് വെക്കണം. ഓഗസ്റ്റ് 10